നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡോസ് മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നിട്ടും ആ മരുന്നിന്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് കിട്ടുന്നില്ല. ശരിക്കും അത് ആ മരുന്നിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആ മരുന്ന് സ്റ്റോർ ചെയ്യുന്നതിന്റെ പ്രശ്നമായിരിക്കുമോ? എല്ലാ മരുന്നുകൾക്കും അതിൻ്റെതായ സ്റ്റോറേജ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇൻസുലിന്റെ കേസ് പറയുകയാണെങ്കിൽ എപ്പോഴും ഇൻസുലിൻ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പ്രോട്ടീൻസ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാണുമ്പോൾ അത് നോർമലായിട്ട് തോന്നാമെങ്കിലും അത് വർക്ക് ചെയ്യത്തില്ല. ഇതിപ്പോൾ ആന്റിബയോട്ടിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആന്റിബയോട്ടിക്സും സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ എഫക്റ്റ് കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ട്രീറ്റ്മെന്റ് ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. പലരും ഈ ടാബ്ലറ്റ്സ് ഒക്കെ കാറിന്റെ ഡാഷ്ബോർഡിൽ വെക്കുന്നൊരു പ്രവണതയുണ്ട്. ശരിക്കും കാറിലുള്ള ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹയർ ആയിരിക്കും. സാധാരണ ഒരു മെഡിസിന്റെ ടെമ്പറേച്ചർ 25 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ കൂടിക്കഴിഞ്ഞാൽ ആ മരുന്നിന്റെ എഫക്റ്റിനെ ബാധിക്കും. ഇനി ഈ സിറപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അധിക സിറപ്സും ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അതായത് ചൂട് തട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് അധിക സിറപ്പുകളും ആംബർ കളർഡ് ബോട്ടിൽ, അതായത് ഡാർക്ക് കളർ ബോട്ടിലിൽ വരുന്നത്. കാരണം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത്തിൽ മാറ്റം വരാനിടയുണ്ട്. എല്ലാവരും അല്ലെങ്കിലും ചിലരെങ്കിലും ഈ ബാത്റൂമിൽ മെഡിസിൻസ് വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. അധികം മെഡിസിൻസ്, അതായത് ടാബ്ലറ്റ്സും ക്യാപ്സ്യൂളൊക്കെ ഈ വെള്ളത്തിന് നന്നായിട്ട് വലിച്ചെടുക്കും. അതുവഴി ആ മെഡിസിന്റെ പൊട്ടൻസി കുറയാനിടയുണ്ട്. പിന്നീട് ആ മെഡിസിൻ പെട്ടെന്ന് എക്സ്പയർ ആവുകയും ചെയ്യും. മെഡിസിൻസ് ഒന്നും പെട്ടെന്ന് ഫെയിൽ ആവത്തില്ല. ചിലപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത മിസ്റ്റേക്ക് കാരണം മെല്ലെ മെല്ലെ അത് ഫെയിൽ ആവാം. മരുന്നിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫാർമസിസ്റ്റിനോടോ അല്ലെങ്കിൽ മറ്റൊരു ഹെൽത്ത് പ്രൊഫഷണൽസിനോടോ ചോദിക്കുക. റീഡ് ദ ലേബൽ ആൻഡ് സ്റ്റോർ സ്മാർട്ട്.